മറ്റ് ആളുകളുടെ വിജയങ്ങൾ കാണുമ്പോഴേ ചെറിയ നിരാശ തോന്നാറുണ്ടോ നിങ്ങൾക്ക്? ലൈറ്റ് അസൂയൊക്കെ വരാറുണ്ടോ? എന്നാൽ ഇത് നിങ്ങൾ കാണണം. ചില പൂക്കൾ നേരത്തെ വിരിയും, ചില പൂക്കൾ വൈകും. അതിൻ്റെ അർത്ഥം വൈകി വിരിഞ്ഞ പൂവിന് ഭംഗി കുറവാണെന്നല്ലല്ലോ. ഓരോരുത്തർക്കും ഓരോരുത്തരുടെയും വസന്തമുണ്ട്, അതിൻ്റെ ഒരു സമയമുണ്ട്. അപ്പോൾ നമ്മൾ ജീവിതം ഒരു മത്സരമാക്കി കാണാതെ, ഓട്ടമത്സരമല്ല ജീവിതം, ജീവിക്കാൻ വേണ്ടി ആസ്വദിച്ച് ഓരോ നിമിഷത്തിലും നമ്മൾ ജീവിക്കുക. ഒരു ടൂറ് പോയാലും, ഒരു ഭക്ഷണം കഴിക്കുന്നതാണെങ്കിലും, ഫ്രണ്ട്സിൻ്റെ ഇടയിലാണെങ്കിലും, ഫാമിലിയിൽ നമ്മളിപ്പം വൈഫിനോട് ഒരു കഥ പറയുകയാണെങ്കിലും ആ നിമിഷത്തിൽ ഫുൾ ഇൻവോൾവ്മെൻറ്റും കൊടുക്കുക, ശ്രദ്ധ അവിടെ ആയിരിക്കുക. അപ്പോൾ തന്നെ ജീവിതം മനോഹരമായി. നമ്മൾ എവിടെയാണോ അവിടെയുള്ള ആളായി മാറുമ്പോൾ തന്നെ ജീവിതത്തിൽ പകുതി നമ്മൾ വിജയിച്ചു എന്നുള്ളതാണ് സത്യം. ചില ആളുകൾ 20 വയസ്സിൽ തന്നെ വിജയിക്കും, ചില ആളുകൾ അത് 40-ലായിരിക്കും, ചിലർക്ക് അത് 60-ആയിരിക്കും. അപ്പോൾ ഒരു വിത്ത് മുളയ്ക്കാൻ പോലും ഓരോന്നിനും അതിൻ്റെതായ ഒരു സമയമെടുക്കും. അതുപോലെ തന്നെയാണ് നമ്മളെ ജീവിതം എന്ന് മനസ്സിലാക്കുക. മറ്റുള്ളവരുടെ വിജയമോ അവരുടെ ജീവിതത്തിൻ്റെ ലൈഫ് സ്റ്റൈലോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ കണ്ടിട്ട് നമ്മൾ ക്ഷമയില്ലാത്തവരായിട്ട് മാറരുത്. അപ്പോൾ നമ്മളൊരു ഓരോ നിമിഷം ആ സമയത്തൊരു ശ്വാസം എടുക്കുക, ഒരു ദീർഘശ്വാസം എടുക്കുക, അതിന് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മളതായ താളം കണ്ടെത്തുക എന്ന് പറയും. നിങ്ങളുടെ പേസ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം നമുക്ക് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ആരെങ്കിലും നന്നായി കാണണം, സന്തോഷത്തോടെ ജീവിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലേ എന്നെ ഒന്ന് ഫോളോ ചെയ്യാൻ പറയണം, ഇതൊന്നും അവർക്ക് ഫോർവേഡ് ചെയ്യണം.